പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ സന്തോഷവും അങ്ങ് നൽകുന്ന ശക്തിയും സ്വർഗീയമായ കൃപകളും കൊണ്ട് നിറച്ച് അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ. പേടിച്ചിരിക്കുന്ന മക്കള്, പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുമെന്ന് ഭയന്നിരിക്കുന്ന മക്കള്, കർത്താവെ, പഠിക്കാൻ പറ്റാത്ത വിധത്തില് ചില അടിമത്തങ്ങള് വേട്ടയാടുന്ന മക്കള്, പഠിക്കാൻ മനസ്സില്ലാത്ത മക്കള്, കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ മക്കൾക്ക് വേണ്ടിയുള്ള പരീക്ഷാ നിയോഗങ്ങൾക്ക് വേണ്ടി അനേക മക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുമ്പോ കർത്താവെ, ആ മക്കളെല്ലാവരെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ മക്കള് ബലം പ്രാപിക്കട്ടെ. അങ്ങയുടെ മക്കള് നന്നായി പരീക്ഷ എഴുതട്ടെ, നന്നായി പഠിക്കട്ടെ. എല്ലാം ഓർത്ത് എഴുതി ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SSLC പരീക്ഷ, +2 പരീക്ഷ, ബോർഡ് എക്സാമുകള്, ജർമ്മൻ പരീക്ഷകള്, OET പരീക്ഷകള്, മറ്റെല്ലാ പരീക്ഷകളും, നഴ്സിംഗ് എക്സാമുകള്, എല്ലാ പരീക്ഷകളും അത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും എല്ലാ വ്യക്തികളെയും അധികാരികളെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മക്കള് ദൈവകൃപയാൽ നിറയപ്പെട്ട് ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട് മുന്നോട്ട് പോകണം. ദൈവമായ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിച്ച് അതുപോലെ പ്രാർത്ഥിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രഭാഷണ പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തില് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മകനെ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ നീ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. അതായത് കർത്താവ് പറഞ്ഞ കാര്യം, കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഒരുമ്പെടുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നീ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങണം. ഇന്ന് നമ്മുടെ മക്കള് ഒരുങ്ങേണ്ട വലിയൊരു മേഖലയാണ് പ്രലോഭനങ്ങളെ നേരിടാൻ വേണ്ടി നമ്മുടെ മക്കള്, വിശുദ്ധ ജീവിക്കുന്ന മക്കള്, പഠിക്കുന്ന മക്കള്, ജോലിക്ക് വേണ്ടി പോകുന്ന മക്കള്, വിദേശത്ത് പോകുന്ന മക്കള്, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുവോ നമ്മളെല്ലാം ചെയ്യുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും വിദേശത്ത് പോകുന്നതും ഒക്കെ ദൈവത്തിന്റെ മക്കള്. അങ്ങനെ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യമാണ്, പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങണം. നമ്മുടെ മക്കള്, നമുക്കറിയാലോ, മക്കളെ ഒത്തിരി പ്രലോഭനങ്ങളാല് ആക്രമിക്കപ്പെടുന്ന മക്കളാണ്. ഈശോ തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ കർത്താവേ. കാരണം ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോ നിരവധിയായ പ്രലോഭനങ്ങൾ കൂട്ടുകെട്ടിലൂടെ, മാധ്യമങ്ങളിലൂടെ, സിനിമകളിലൂടെ, ചില പൈശാചികമായ നിയമങ്ങളിലൂടെ, ചില പൈശാചികമായ ആക്രമണങ്ങൾ നേരിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്ന ഒത്തിരിയേറെ മേഖലകള്, വശീകരണ യന്ത്രങ്ങള്, പ്രേമക്കുരുക്കുകള്, ജടിക പാപങ്ങള്, ലഹരിയിലേക്കുള്ള പ്രലോഭനങ്ങള്. എത്രയോ മക്കള് സ്വദേശത്ത്, വിദേശത്ത്, ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് ഈ പ്രലോഭനങ്ങൾ ഉൾപ്പെട്ട് പഠനം മുടങ്ങി, ജീവിതം മുടങ്ങി, വിശുദ്ധി നഷ്ടപ്പെട്ടു, നശിച്ചു പോയ മക്കൾ. അതുകൊണ്ട് കർത്താവേ, പ്രലോഭനം ഉണ്ടാവും. ശപിക്കപ്പെട്ട മണ്ണില് ഈ ലോകത്തിന്റെ അധികാരം കിട്ടിയ പിശാച്, ദുഷ്ടാരൂപി, ജഡമായി പോയ ശരീരം, അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഈ ലോകാരൂപിയുടെ സ്വാധീനം അതിശക്തമായി നിൽക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ പ്രലോഭനങ്ങൾക്ക് നമ്മുടെ മക്കൾ വശംവദരാകും. അതുകൊണ്ട് പ്രലോഭനങ്ങൾ നേരിടണം. പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങാതെ
അതിനുവേണ്ടി സജ്ജരാകാതെ, ശക്തരാകാതെ, സംരക്ഷണം കിട്ടാതെ നമ്മുടെ മക്കള് പുറത്തേക്ക് ഇറങ്ങിയാൽ, എവിടേക്ക് ഇറങ്ങിയാലും നമ്മുടെ മക്കള് വീണുപോകും. പ്രലോഭകനായ പിശാച് നമ്മുടെ ഈ നോമ്പുകാലത്ത് ഈശോയെ പോലും പരീക്ഷിക്കുന്ന പ്രലോഭകൻ നമുക്കറിയാം. പല പല പ്രലോഭനങ്ങൾ കൊണ്ട് മനുഷ്യ മക്കളെ എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടി, ഒന്ന് പത്രോസ് 5:8 പറയുന്ന ആ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് അതിനുവേണ്ടി എല്ലാ വലയും വിരിച്ച്, എല്ലാ കെണിയും വിരിച്ച്, ചെടിക പാപത്തിന്റെ എല്ലാ ആധിപത്യങ്ങളും ഉറപ്പിക്കാൻ വേണ്ടി ഈ പിശാച് ഈ പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ അതിനെ നേരിടാൻ ഒരുങ്ങണം. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം വിരിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ മേഖലയാണ്. ഞങ്ങളുടെ മക്കളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള് ഇതിനു വേണ്ടി ഒരുങ്ങണം. മക്കളെ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുക്കിയിട്ടേ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. എപ്പോഴും പറയണം, മക്കളെ പ്രലോഭനം കുഞ്ഞുനാൾ മുതലേ പറയണം. ശൈശവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. പതുക്കെ പതുക്കെ വളർച്ചയ്ക്കനുസരിച്ച് പ്രലോഭനങ്ങളുടെ മേഖലകളെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതിന്റെ ആധിപത്യങ്ങള്, പിന്നീട് വരുന്ന ഭവിഷ്യത്തുകള്, അവന്റെ കെണികള്, വലകള്, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കളെ ഒരുക്കി വിടണം. അല്ലാണ്ട് നമ്മുടെ മക്കളെ വിദേശത്തോ ദൂരസ്ഥലത്തോ പഠിക്കാനും ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ പ്രലോഭകനാകുന്ന പിശാച്, പ്രലോഭനങ്ങൾ നമ്മുടെ മക്കളെ വീഴ്ത്തിക്കളയും. ഈശോ പറയാണ്, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുക്കിക്കൊള്ളുക. ആ വാക്കുകൾ മറക്കരുത്. പ്രലോഭനങ്ങളെ നേരിടണം. പ്രലോഭനങ്ങൾ വരും, നീ ഒരുങ്ങണം, സജ്ജരാകണം, ശക്തരാകണം, പ്രതിരോധം ഉറപ്പിക്കണം. വീണു പോയാൽ ദുഷ്ടന്റെ കെണി വീഴും. എപ്പോഴും പറയാറുണ്ടല്ലോ, കെണിപ്പെട്ട പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, വലയിൽ കുരുങ്ങിയ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. പ്രലോഭനങ്ങളിൽ വീണ് അവന്റെ കെണിയിലേക്ക് ചെന്ന് കയറിയാൽ പിന്നെ എത്രയോ മക്കള് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നിറങ്ങിയപ്പോ എത്രയോ മക്കള് പ്രലോഭനത്തിൽ വീണ് കെണിയിൽപ്പെട്ട് നശിച്ച് വലയിൽ കുരുങ്ങി രക്ഷപ്പെടാൻ പറ്റാതെ പിടയ്ക്കാണ്. ഇതിനോടകം രോഗങ്ങള്, ഡിപ്രഷൻ, വിശുദ്ധി നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, പഠനം മുടങ്ങി, ജീവിതം തന്നെ അപകടത്തിലായി പോയ എത്രയോ മക്കള്. അതുകൊണ്ട് ഈശോ പറഞ്ഞ, മക്കളെ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങണം. നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്താർജിച്ച ഈ നോമ്പ് കാലത്തില് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം വിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ പ്രലോഭനത്തിൽ വീഴാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകരുത്. അതിനെ നേരിടാനുള്ള കരുത്തും ശക്തിയും എന്തു വന്നാലും മര്യാദുരത്തി അലക്സാണ്ടർ പ്രലോഭിപ്പിച്ചപ്പോ പാപമാണെന്ന് പറഞ്ഞ് അതിനെ നേരിട്ട് അതിനു വേണ്ടി പോലും രക്തസാക്ഷിത്വം വഹിച്ച ആ നേരിടല്, രക്തം ചിന്തേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും പ്രലോഭനത്തിൽ വീഴത്തില്ല എന്നുള്ള ആ വലിയൊരു ശക്തമായ തീരുമാനം അതിനുവേണ്ടി ചേർത്ത് നിൽക്കാനും അതിനെ പ്രതിരോധിക്കാനും നേരിടാനും വേണ്ട ഒരു ആത്മശക്തി നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. ഒരുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് മുതല് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ വാരാന്ത്യ ധ്യാനം ആരംഭിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ധ്യാനം അവസാനിക്കും. സാധിക്കുന്ന മക്കളൊക്കെ പങ്കെടുക്കുക. ഈ ദിവസങ്ങളൊക്കെ കുറച്ച് ആളുകൾക്ക് കുറവാണ്. നിങ്ങൾ സാധിക്കുന്ന മക്കളൊക്കെ, വീക്കെൻഡ് ധ്യാനമാണ്, മക്കളുടെ പരീക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും സാധിക്കുന്നവര് ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായിട്ടും കടന്നു വരാം. നമുക്ക് സീറ്റുകളൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കും. ഞായറാഴ്ച 4 മണിക്ക് അവസാനിക്കും. നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സാധിക്കുന്ന മക്കളൊക്കെ പങ്കെടുപ്പിക്കുക. പങ്കെടുക്കാൻ പറ്റാവുന്നവരും മക്കൾ പങ്കെടുക്കുക. ഈ ശക്തിയും ഈ അഭിഷേകവും പിന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി കർത്താവിന്റെ കൂടെ ഇരുന്ന് അതിശക്തമായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് മക്കളെ ധ്യാനത്തിന്റെ ദിവസങ്ങൾ. ശക്തീകരണ, വിടുതൽ ധ്യാനം, ഒത്തിരിയേറെ ദൈവിക ചൈതന്യത്തിന്റെ, ദൈവബന്ധത്തിന്റെ, വലിയ വിടുതലിന്റെ, വലിയ കുടുംബവൃക്ഷ വിശുദ്ധീകരണത്തിന്റെ, ആത്മശക്തിയുടെ ഒരു വലിയ അനുഭവമാണ് നമ്മുടെ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. നമ്മുടെ വീണ്ടും ജ്വലിപ്പിക്കുന്ന അഭിഷേകം, ശക്തീകരിക്കുന്ന അഭിഷേകം, ഇതിനൊക്കെ ഇടയാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. വീണ്ടും അച്ഛൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സാധിക്കുന്ന മക്കളൊക്കെ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പരീക്ഷ എഴുതുന്ന
മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെല്ലാവരും ജയിക്കണം, മുന്നോട്ട് പോകണം. ഒരു പ്രലോഭകനും നമ്മുടെ മക്കളെ വീഴ്ത്തി നശിപ്പിച്ച് കെണിപ്പെടുത്തി അവന്റെ ഉപയോഗ വസ്തുവായി ഉപയോഗിക്കരുത്. പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പരീക്ഷാ ഭയത്തില് ആകപ്പാടെ വേദനിച്ചിരിക്കുന്ന മക്കളെയും, പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാത്ത മക്കളെയും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളോടും കൂടി അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളും അഭിഷേകത്തോടെ പഠിക്കട്ടെ, സ്വർഗത്തിലെ സഹായം സ്വീകരിച്ച് പഠിക്കട്ടെ. അങ്ങയുടെ അതിസ്വാഭാവികമായ കൃപയും ജീവന സമൃദ്ധിയും ഈശോയെ ഞങ്ങളുടെ മക്കളിലേക്ക് അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, എന്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുവിനെന്ന്. ഞങ്ങളുടെ മക്കള് എത്രയോ സ്നേഹത്തോടെയാ അങ്ങ് പറയുന്ന, എന്റെ മോനെ, എന്റെ മോളെ, നീ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം. കർത്താവ്, ഒത്തിരി പ്രലോഭനങ്ങൾ നിറയപ്പെട്ട ലോകമാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വാധീനങ്ങള്, പ്രലോഭനങ്ങള് കടന്നു വരുന്ന മേഖലകളാണ്. മക്കൾ പറയുന്ന കേൾക്കുമ്പോ ലഹരിയിലേക്കും പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും നാശത്തിലേക്കും കൂട്ടുകെട്ടിലേക്കും ഒത്തിരിയേറെ പാപകരമായ പൈശാചികതയിലേക്ക് നയിക്കുന്ന ഒത്തിരി പ്രലോഭനങ്ങൾ ഈശോ ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് സംരക്ഷണം നൽകണം. ഞങ്ങളുടെ മക്കൾക്ക് ആത്മശക്തി നൽകണം. പ്രലോഭനങ്ങളെ നേരിടാനുള്ള വലിയ ബോധ്യം, ഒരുക്കം, ശക്തി എല്ലാം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാനും അപകടങ്ങളെ തിരിച്ചറിയാനും സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്നും ഓടിയൊളിക്കാനും കർത്താവെ, ഒരു പ്രലോഭനത്തിൽ വീണ് അതിന്റെ അടിമത്വത്തില് അവന്റെ കെണിയിൽ കുരുങ്ങി, അവന്റെ വലയിൽ കുരുങ്ങി നശിച്ച് അവന്റെ പ്രലോഭകന്റെ ഒരു ഉപയോഗ വസ്തുവായി തീരുവാൻ ഇടയാകാത്ത വിധം ഈശോയെ ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, ഇവരേതൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വാട്സപ്പിലൂടെയും കമന്റ് ബോക്സിലും നേരിട്ടും വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് വളർത്തണമേ. കർത്താവെ, ആഴപ്പെട്ട ബോധ്യത്തിൽ നിന്ന് അങ്ങയുടെ കൃപയാൽ നിറയപ്പെട്ട് മക്കൾക്ക് വേണ്ടി കരം വിരിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹത്തെ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ചാനലില് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ പങ്കുചേരുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അനേകം മക്കളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ശുശ്രൂഷ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന, അതിന് സമയം കണ്ടെത്തുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനേക മക്കളെ അവിടുന്ന് പ്രചോദിപ്പിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ മുമ്പിലിരുന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ, അങ്ങ് പറയുന്ന വചനമനുസരിച്ച് സന്ദേശമനുസരിച്ച് പ്രാർത്ഥിക്കാൻ, സംരക്ഷണം ഏർപ്പെടുത്തി പ്രാർത്ഥിക്കാൻ അനേക ആയിരങ്ങളെ കർത്താവ് ശുശ്രൂഷയിൽ അങ്ങ് കൂട്ടിച്ചേർക്കണമേ. പങ്കെടുക്കുന്ന മക്കൾക്ക് അങ്ങയുടെ കൃപയും സൗഖ്യവും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷയിലും ജീവിതത്തിലും ഉന്നതമായ വിജയം അങ്ങ് നൽകണമേ. കർത്താവെ, മക്കൾക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കൾ പ്രലോഭനത്തിൽ വീഴാതെ ഒരുക്കമുള്ള മക്കളായി ജീവിക്കാൻ, ജാഗ്രതയോടെ ജീവിക്കാൻ ഇടയാക്കണമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷാ വിജയത്തിനൊക്കെ വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ആശീർവാദം സ്വീകരിച്ച മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഈശോയുടെ ആശീർവാദവും കൃപകളും സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകണം. ഒരു പ്രലോഭനത്തിലും വീഴാനിടയാകാതെ, സാത്താനെ കാണാൻ പോലും പറ്റാത്ത വിധത്തില് അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഉള്ളില് അങ്ങ് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം, സംരക്ഷിക്കണം. ഞങ്ങളുടെ മക്കള് നന്നായിട്ട് പരീക്ഷ എഴുതട്ടെ, ജയിക്കട്ടെ, അങ്ങയുടെ അഭിമാനമായി മാറട്ടെ, അങ്ങയുടെ കീർത്തിയായി മാറട്ടെ, അങ്ങയുടെ അവകാശമായിട്ട് ജീവിക്കട്ടെ. ആമേൻ ഈശോയെ.